ഹലോ ഫ്രണ്ട്സ്, ഗ്രീൻ മീഡിയൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഒരു അടിപൊളി വാട്ടർ പമ്പാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ വാട്ടർ പമ്പ്. ഇത് നമുക്ക് വീട്ടിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഉണ്ടാക്കിയൊരു വാട്ടർ പമ്പായിരുന്നു ഇത്. അപ്പോൾ ഇത് കാണാത്തവർക്ക് ഞാൻ മേലെ ഐ ബട്ടണിലും കൊടുക്കുക, അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുക. അപ്പോൾ ഇതെന്ന് വെച്ചാൽ നമുക്ക് വെള്ളത്തിൻ്റെ ഉള്ളിലൊന്നും ഇടാൻ പറ്റില്ല, മോട്ടറിൽ വെള്ളം കയറുന്നതായിരിക്കും. പിന്നെ ഇത് നമുക്ക് മോട്ടർ ഊരിയും നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഊരിയും ഇടുകയൊക്കെ ചെയ്യാം. പക്ഷേ ഇത് നമുക്ക് വെള്ളത്തിൻ്റെ ഉള്ളിൽ ഇറക്കി വെക്കാം, അതായത് വെള്ളമൊന്നും കയറില്ല. പക്ഷെ നമുക്ക് ഈ മോട്ടർ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് സാധാ ഒരു DC മോട്ടർ വെച്ചാണ്. ഇത് കടയിൽ 15 രൂപയ്ക്കൊക്കെ കിട്ടുന്ന സാധാ ഒരു മോട്ടർ വെച്ചാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പറ്റുന്നത് എങ്ങനെ ഉണ്ടാക്കാം എന്നാണ്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാരെയും കാണുകയാണെങ്കിൽ മറക്കാണ്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്യുക, ഈ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു മോട്ടർ വേണം. അപ്പോൾ ഇത് നമ്മുടെ സാധാ DC മോട്ടറാണ്, അതായത് 9 വോൾട്ടിൽ ഓടുന്ന സാധാ 20 രൂപയ്ക്കും 15 രൂപയ്ക്കും കടയിൽ കിട്ടുന്ന മോട്ടറാണ്. പിന്നെ അതേപോലെ തന്നെ നമുക്കൊരു PVC പൈപ്പ് വേണം, അതായത് നമുക്ക് ഈ മോട്ടറിൻ്റെ ഉള്ളിലേക്ക് കറക്റ്റ് പാകത്തിന് കയറാൻ രീതിയിലുള്ളൊരു PVC പൈപ്പ് എടുത്തിട്ടുണ്ട്. ഇതാകുമ്പോൾ കറക്റ്റ് കയറുന്നുണ്ട്, പിന്നെ ലേശം ലൂസാണ്. ഇപ്പോൾ നമുക്ക് ടൈറ്റാക്കി എടുക്കാനുള്ളതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ PVC ഷീറ്റ് ഒന്ന് മുറിച്ചിട്ടുണ്ട്, അതായത് PVC ഷീറ്റല്ല, PVC പൈപ്പ് നമ്മൾ മുറിച്ചിട്ടുണ്ട്. അതായത് 6.5 സെൻറ്റിമീറ്ററിൽ ഞാനിപ്പോൾ മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അടുത്തായിട്ട് നമുക്ക് നമ്മുടെ PVC ഷീറ്റ് എടുക്കുക. PVC ഷീറ്റ് എടുത്തിട്ട് PVC ഷീറ്റ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ ലിങ്ക് കൊടുക്കുക. അതായത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊരു വാട്ടർ പമ്പ് ചെയ്തിരുന്നു, അപ്പോൾ അതിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് എങ്ങനെ ഉണ്ടാക്കുക എന്ന്. അപ്പോൾ ഇതൊന്ന് മാർക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതേപോലത്തെ 2 കഷ്ണങ്ങളാണ് വേണ്ടത്. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അതായത് 2 പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇതേപോലെ 2 അറ്റത്തും ഒട്ടിക്കാൻ വേണ്ടിയുള്ളതാണ്. കറക്റ്റായിട്ട് നമുക്ക് ഒട്ടിക്കാം. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ഒട്ടിക്കാൻ പാകത്തിന് മുറിച്ചെടുത്തതാണ്. പിന്നെ അടുത്തായിട്ട് ഒരു മാർക്ക് ചെയ്യുക. അതായത് ഞാനിപ്പോൾ ഈ മോട്ടറിൻ്റെ അളവ് നോക്കി അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് കറക്റ്റ് മാർക്ക് ചെയ്താലേ നമുക്ക് കറക്റ്റ് കിട്ടാൻ വേണ്ടിയാണ്. പിന്നെ അടുത്തായിട്ട് അതിൻ്റെ സെൻട്രലായിട്ട് ഒരു മാർക്കും കൂടി ചെയ്യുക. അതിപ്പോൾ എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് അവിടെ ഒരു ഹോൾസ് ഉണ്ടാക്കി എടുക്കണം. അപ്പോൾ നമ്മുടെ വാട്ടർ ഔട്ട് പോകാൻ വേണ്ടിയാണ്. അപ്പോൾ അതൊന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് അതേപോലത്തെ വേറെ 2 കഷ്ണം കൂടി വേണം. അതായത് നമ്മൾ വെട്ടിയെടുത്ത 2 റൗണ്ട് പീസിൻ്റെ തന്നെ വേറൊരു കഷ്ണം വേണം. അപ്പോൾ ഞാൻ വേറൊരു PVC ഷീറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അതായത് ആദ്യം ഒന്ന് മാർക്ക് ചെയ്യുക, എന്നിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത് ഹോൾസ് ഇട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് സാൻഡ് പേപ്പർ ഉപയോഗിച്ച് നല്ലോണം ഒന്ന് വൃത്തിയാക്കി എടുക്കുക. അപ്പോൾ ഇത് ചെറിയ തരി പോലത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ഇത് മോട്ടർ ചുറ്റുമ്പോൾ അത് എവിടെയെങ്കിലും തട്ടുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഒന്ന് നല്ലോണം വൃത്തിയാക്കി എടുക്കുക. അപ്പോൾ നമ്മൾ 4 പീസ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതായത് 2 അറ്റത്തേക്കും 2 നമ്മുടെ മോട്ടറിലേക്കുമാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ മോട്ടറിലേക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം ഒന്ന് താഴേക്കുള്ളതാണ് വരിക. അപ്പോൾ അത് കറക്റ്റായിട്ട് അവിടെ വെക്കാൻ വേണ്ടിയും പിന്നെ അടുത്തത് നമ്മുടെ ഷാഫ്റ്റിലെ ലീഫ് വെക്കാൻ വേണ്ടിയുള്ളതുമാണ്. അപ്പോൾ ഒന്ന് കുറച്ച് വലുതും ഒന്ന് ലേശം ചെറുതുമാണ് വന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇതേപോലെ കയറ്റി വെക്കാം. അപ്പോൾ ഞാൻ അതേപോലെ തന്നെ നമ്മുടെ മോട്ടറിൻ്റെ ചുറ്റും നമ്മൾ ഇൻസുലേഷൻ വെച്ച് ഒട്ടിച്ചിട്ടുണ്ട്. അത് എന്തിനാണെന്ന് വെച്ചാൽ കറക്റ്റ് ടൈറ്റാക്കി നിൽക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അത് നല്ലോണം ഒന്ന് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തായിട്ട് വേറൊരു PVCൻ്റെ ഷീറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഇതേപോലെ ചെറിയ സ്ക്വയർ കഷ്ണമായിട്ട് എടുക്കുക. അപ്പോൾ നമുക്കിത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ മോട്ടറിലേക്ക് ലീഫ് സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് ലീഫ് ഒന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ ലീഫ് ഇവിടെ മുറിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അളവ് നോക്കി ഒന്ന് മുറിച്ചാൽ മതി. അതായത് ഈ ലീഫ് ഒരിക്കലും പുറത്ത് പോകരുത്. പുറത്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ ലീഫ് നമ്മൾ എടുത്തു വെച്ചാൽ വട്ടത്തിൻ്റെ പുറത്ത് പോകരുത്. പോയി കഴിഞ്ഞാൽ അത് കറക്റ്റ് വർക്കാവുന്നതായിരിക്കില്ല, അത് എവിടെയും തട്ടുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ ചെറിയൊരു കട്ട് ചെയ്ത് കൊടുക്കുക. അത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഷാഫ്റ്റിലേക്ക് കറക്റ്റ് കയറി നിൽക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് ഇതേപോലത്തെ 4 പീസാണ് വേണ്ടേ, ഇതേപോലെ ഒട്ടിച്ച് വെക്കാൻ വേണ്ടിയാണ്. അപ്പോൾ 4 പീസ് വേണം. അപ്പോൾ നമ്മളിവിടെ 4 പീസ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരേപോലത്തെ 4 പീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ
നമ്മളിനി ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒട്ടിക്കേണ്ടത്, അതായത് ഇതേപോലെ ഒട്ടിക്കുക. അപ്പോൾ ഞാൻ ഒട്ടിച്ചിട്ട് കാണിച്ചു തരാം കറക്റ്റായിട്ട്. അപ്പോൾ അതിൻ്റെ മുന്നേ നമ്മൾ എടുത്തു വെച്ച വേറൊരു പീസ് ഉണ്ട്, അപ്പോൾ അതൊന്ന് നല്ലോണം ഒന്ന് ഒട്ടിച്ച് വെക്കുക അതിലേക്ക്. അപ്പോൾ അത് വെള്ളം അകത്തേക്ക് പോവാതിരിക്കാൻ വേണ്ടിയാണ് അത് നമ്മൾ വെക്കുന്നത്. അപ്പോൾ അതൊന്ന് ഒട്ടിച്ച് വെക്കുക. അപ്പോൾ ഇനി നമ്മുടെ മോട്ടറിൻ്റെ ഷാഫ്റ്റിലേക്ക് ഇടാനുള്ള ലീഫൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ നല്ലോണം ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വോൾസ് കൂടെ നിങ്ങൾക്ക് കാണാം, ആ ലീഫ് കയറുമ്പോൾ ആ ഷാഫ്റ്റ് കയറുമ്പോൾ എവിടെയും തട്ടാണ്ട് കറക്റ്റ് കയറാൻ വേണ്ടിയാണ് അവിടെ ഒരു ഹോൾസ് ഇട്ട നടുക്കിൽ. അപ്പോൾ വലിയ കുഴപ്പമില്ലാണ്ട് നിന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് സെറ്റ് ചെയ്യണം ഇതിൻ്റെ ഉള്ളിലേക്കായിട്ട്. അപ്പോൾ ലീഫ് കറങ്ങുമ്പോൾ ഒരിക്കലും തട്ടരുത്, തട്ടിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് വെള്ളം വരുന്നതായിരിക്കില്ല. അപ്പോൾ നല്ല സ്മൂത്തായിട്ട് തന്നെ ചുറ്റണം ഉള്ളിൽ. അപ്പോൾ ഇതിപ്പോൾ ഇടുമ്പോൾ കാണാം, ഒന്ന് കറക്റ്റായിട്ടൊന്ന് കയറ്റി വെച്ച് കൊടുക്കുക, അതായത് നമ്മുടെ ഓട്ടയുള്ള ഭാഗത്തേക്ക് കറക്റ്റായി വരണം. അപ്പോൾ നമ്മളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്, മോട്ടറൊക്കെ ഉള്ളിൽ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ കറക്റ്റായി ചുറ്റുന്നത് നിങ്ങൾക്ക് കാണാം, എവിടെയും ഒരു തടസ്സമില്ലാണ്ട് കറക്റ്റായിട്ട് തന്നെ ചുറ്റുന്നുണ്ട് ഇത്. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് ചുറ്റണം, എവിടെയും തട്ടുകയാണെങ്കിൽ അതൊന്ന് കറക്റ്റ് ചെയ്യുക. പിന്നെ അടുത്തായിട്ട് നമ്മളെടുത്ത് വെച്ചാൽ വേറൊരു പീസ് ഉണ്ട്, അപ്പോൾ അതൊന്ന് ഇവിടെ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഒട്ടിക്കുന്നതിൻ്റെ മുന്നേ അവിടെ നിന്ന് ഹോൾസ് ഇടണം അതിലേക്കായിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ഹോൾസ് ഇട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെന്തിനാന്ന് വെച്ചാൽ, അപ്പോൾ നിങ്ങളെല്ലാം ചെയ്യുന്നതിൻ്റെ മുന്നേ നമ്മുടെ വയറൊക്കെ ഒന്ന് സെറ്റ് ചെയ്യുക. വയർ സെറ്റ് ചെയ്തിട്ട് അവിടെ MC-യിൽ വെച്ച് ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളം ഉള്ളിലേക്ക് കയറാണ്ടിരിക്കാൻ വേണ്ടിയാണ്. ഇനി വേറൊരു പീസ് ഉണ്ട്, അതായത് നമ്മൾ ഫ്രണ്ടിലിടാൻ വേണ്ടി. അപ്പോൾ അതിൻ്റെ നടുക്കിലായിട്ട് ഒരു ഹോൾസ് ഇടുക, ഇത് വെള്ളം എടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇപ്പം നമ്മുടെ എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട്, അപ്പോൾ എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വാട്ടർ പമ്പ്. അപ്പോൾ ഇനി ഒരു പണിയും കൂടി ബാക്കിയുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ഞാൻ ഫ്രണ്ടിൽ ഓട്ടിയിട്ടുണ്ട്, പിന്നെ വയറും വലിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇവിടെ ഒരു ഓട്ടിയിട്ടുണ്ട്. അപ്പോൾ അവിടേക്കൊന്ന് നമ്മുടെ പേനേൻ്റെ ട്യൂബ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് മുന്നേ ഞാനിതൊന്ന് വർക്കാക്കി കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക വർക്ക് ആവുന്നുണ്ടോ എന്ന്. എവിടെയെങ്കിലും വർക്കായില്ലെങ്കിൽ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ശരിയാക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കാണാം അതിപ്പോൾ ചുറ്റുന്നുണ്ട്, വലിയ തടസ്സങ്ങളൊന്നും ഇല്ലാണ്ട് കറക്റ്റായിട്ട് തന്നെ ചുറ്റുന്നുണ്ട്. അപ്പോൾ ഇനി അടുത്തായിട്ട് നമ്മുടെ പേനേൻ്റെ ട്യൂബ് എടുക്കുക, പഴയ പേനേൻ്റെ, എന്നിട്ട് അതൊന്ന് ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഇതൊന്ന് മുറിക്കുക. അപ്പോൾ അതിൻ്റെ അളവ് നോക്കി, അപ്പോൾ ഇത് എത്രയാണെന്ന് വെച്ചാൽ മുറിക്കുക, അതായത് വെള്ളം കുറച്ച് നീളത്തിന് വരാൻ വേണ്ടിയാണ്. ഇതൊന്ന് മുറിച്ച് റെഡിയാക്കുക. ഇപ്പോൾ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് സാൻഡ് പേപ്പർ വെച്ച് നല്ലോണം ഒന്ന് ഉരച്ച് ക്ലീൻ ചെയ്യുക. അപ്പോൾ നമ്മുടെ ഷാഫ്റ്റ് ആ സൈഡിലുള്ള ഹോൾസിൽ കറക്റ്റ് കയറാൻ പാകത്തിനൊന്ന് കറക്റ്റ് ഉരച്ച് കറക്റ്റാക്കുക. അപ്പോൾ കറക്റ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നമുക്ക് കയറ്റി വെച്ചൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇനി കണ്ടാറേ കറക്റ്റായി നിൽക്കുന്നുണ്ട്. ഇപ്പോൾ എവിടെയും ലീക്കില്ലാണ്ട് നോക്കുക. അപ്പോൾ ഇതൊന്ന് നല്ലോണം ഇനി ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഇപ്പോൾ വർക്കൊക്കെ കറക്റ്റ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ട്യൂബ് ഇട്ട സ്ഥലത്ത് കറക്റ്റായി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പമ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഒരു ബാറ്ററി എടുത്തിട്ടുണ്ട്. അപ്പോൾ കണക്ഷൻ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്നറിയില്ല. അപ്പോൾ കറങ്ങുന്നുണ്ട് ഉള്ളിൽ, വലിയ കുഴപ്പമില്ലാണ്ട് കറങ്ങുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് ഞാൻ 2 വട്ടം ഉണ്ടാക്കി, അതായത് ഒരു വട്ടം ഫസ്റ്റ് ഉണ്ടാക്കിയതിൻ്റെ വീഡിയോ ആണ് നിങ്ങൾ നേരത്തെ കണ്ടത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതേ രീതിയിൽ രണ്ടാമത് ഉണ്ടാക്കി. അപ്പോൾ ഫസ്റ്റ് ഉണ്ടാക്കിയപ്പോൾ നല്ല രീതിയിൽ വർക്ക് ചെയ്തു, അതായത് ഇതിനെയും കാട്ടി പവറിൽ വർക്ക് ചെയ്തു. ഇതിൻ്റെ ലേശം തട്ടുന്നുണ്ട്, അത് വർക്കായി കഴിഞ്ഞപ്പോൾ ഉള്ളിൽ വെള്ളം കയറിയത് ഞാൻ അറിഞ്ഞില്ല. അപ്പോൾ മോട്ടറിൻ്റെ ഉള്ളിലൊക്കെ വെള്ളം കയറി. അപ്പോൾ ഇത് നമുക്ക് ഈ പമ്പ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് വെള്ളത്തൊക്കെ ഇട്ട് വെക്കാം, ഉള്ളിലേക്ക് വെള്ളമൊന്നും അധികം കയറില്ല. നമ്മൾ പഴയ പമ്പ്, നമ്മൾ ആദ്യം ഉണ്ടാക്കിയ പമ്പ് അങ്ങനെ വെള്ളത്തിടാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ അത്യാവശ്യം പവറും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല രീതിയിൽ തന്നെ വെള്ളം വരുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഒന്ന് ഈ ചാനലിനൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഫ്രണ്ട്സ്.